ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്തവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് എൻ്റെ വിനീതമായ സ്വാഗതം. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്നത് പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം ഉള്ള ഒന്നാം ഞായറാഴ്ച എന്നോ കെംതായിക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ച എന്നോ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തിന് ശേഷം 2 പ്രാവശ്യം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ശിഷ്യന്മാരായ ശമോൻ കീപ്പ, തോമാസ് ലീഹ, നഥാനിയേൽ, സബദിപുത്രന്മാർ, പേര് പരാമർശിക്കാത്ത 2 പേർ എന്നിങ്ങനെ 7 പേരാണ് മത്സ്യം പിടിക്കുന്നതിനായി അവരുടെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോയത്. 3 വർഷത്തിലധികം അവരോടുകൂടെ ഉണ്ടായിരുന്ന ഗുരുവിൻ്റെ അസാന്നിധ്യം ശിഷ്യന്മാരെ വല്ലാതെ ചിന്താഭാരം ഉളവാക്കിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഭാവിയെക്കുറിച്ചും മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ചും അവർ ചിന്തിച്ചു തുടങ്ങി. തിബിരിയാസ് കടൽ അഥവാ ഗലീല കടൽ ശിഷ്യന്മാർക്ക് വളരെ പരിചിതമാണ്. ആ കടലിലെ തടാകത്തിൻ്റെ പ്രത്യേകതകളും മീൻ ലഭിക്കാനുള്ള സാധ്യതകളുമെല്ലാം അറിയാവുന്ന ശിഷ്യന്മാർക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ദൈവം നിയോഗിക്കാത്ത സ്ഥലത്തുള്ള അധ്വാനം അർത്ഥശൂന്യമാണ് എന്ന് ഉള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നാം കാണുന്നത്. ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യന്മാരെ അന്വേഷിച്ച് വരികയും അവരുടെ അധ്വാനത്തെ ഫലവത്താക്കുകയും ഞാൻ സജീവനായിരിക്കുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഉദ്ധിതനായ ക്രിസ്തുവിനെ മഗ്ദലനക്കാരത്തി മറിയയും എമാവൂസിലേക്ക് പോയ 2 പേരും തിരിച്ചറിഞ്ഞില്ല. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20-ാം അധ്യായം 15-ഉം ലൂക്കോസ് എവൻഗേലിയോസ്യുടെ സുവിശേഷം 24-ാം അധ്യായം 15-ഉം 16-ഉം നോക്കുമ്പോൾ നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. ഇന്ന് നാം വിശുദ്ധ കുർബാനയിൽ വായിച്ചു കേൾക്കുന്നതായ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ഭാഗം ആണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് 3 കാര്യങ്ങളാണ്. ദൈവം നിയോഗിക്കാത്ത സ്ഥലത്തുള്ള അധ്വാനം അർത്ഥശൂന്യമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ശിഷ്യന്മാർ അവരെ ഭരമേൽപ്പിച്ച ദൗത്യം മറന്ന് മീൻ പിടിക്കാൻ തിരിച്ചു. എന്നാൽ അവർക്ക് പ്രയോജനം ഉണ്ടായില്ല എന്നുള്ള വിവരം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യോനായുടെ പുസ്തകം നോക്കുമ്പോൾ കാണുന്നത്, നിനവയിലേക്ക് അയച്ച യോന തർശീസിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചു. അത് അവന് സാധിച്ചില്ല. ദൈവം നിയോഗിക്കാത്ത സ്ഥലത്തേക്ക് പോയി അവിടെ അധ്വാനിക്കാം എന്ന് നാം കരുതിയാൽ പ്രയോജനം ഉണ്ടാകുകയില്ല എന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നു. 2-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അനുസരണയോടുകൂടി ജീവിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. പരമേൽപ്പിച്ച ദൗത്യം മറന്ന ശിഷ്യന്മാരെ യേശു അഭിസംബോധന ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ, ഭക്ഷിപ്പാൻ എന്തെങ്കിലും ഉണ്ടോ? അവർ അവരുടെ നിസ്സഹായത അറിയിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. യേശു അവരോട് പടകിൻ്റെ വലതു ഭാഗത്ത് വല വീശുവിൻ എന്ന കൽപ്പന അവർ അനുസരിച്ചപ്പോൾ ധാരാളം മീൻ ലഭിച്ചു. 153 വലിയ മീൻ നിറഞ്ഞ വല വളരെ കഷ്ടപ്പെട്ട് അവർ കരയ്ക്ക് വലിച്ചു കയറ്റിയതായി നാം ഈ വേദഭാഗങ്ങളിൽ കാണുന്നു. അനുസരിക്കുന്നവരെ ദൈവം കൈവിടുകയില്ല എന്ന് യേശു കാട്ടിത്തരുന്നു. 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദൈവം സഭയെ കരുതുന്നു, സംരക്ഷിക്കുന്നു. ശിഷ്യന്മാർ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതായും അപ്പവും കണ്ടു. ശരീരത്തിനാവശ്യമായ ഭക്ഷണത്തെക്കുറിച്ചും കർത്താവ് കരുതുന്നവനാണ് എന്ന് ഇവിടെ കാണിച്ചു തരുന്നു. കർത്താവ് ശാരീരികമായി കൂടെയില്ല എന്ന ചിന്ത ആസ്ഥാനത്താണ് ദൈവം സഭയെ കരുതുന്നു, സംരക്ഷിക്കുന്നു. കർത്താവിന് വേണ്ടി അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്നവർക്ക് ഒരു വിരുന്ന് കർത്താവ് ഒരുക്കുന്നുണ്ട്. അതിൻ്റെ മുൻ ആസ്വാദനമാണ്
ഈ സംഭവം സൂചിപ്പിക്കുന്നത്. പരമേൽപ്പിക്കപ്പെട്ട നിയോഗങ്ങൾ മറക്കാതെ പിന്മാറ്റം എന്ന പൈശാചിക പ്രേരണയെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തന നിരതരായിരിക്കുന്നതിന് ദൈവം കരുണ ചെയ്ത് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ഞായറാഴ്ച നിങ്ങൾക്കേവർക്കും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.